ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് ഖൽബിൽ ഏറ്റിപ്പെരുമാറട്ടെ. ഇവിടുത്തെ ശഫാഅത്തിൽ നാം എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ദാറുൽ നദ്വയിൽ കൂടിയാലോചന നടത്തി എല്ലാ ഗോത്രക്കാരോടും വാളുമേന്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും വെട്ടിയാൽ ആരാണ് വെട്ടിയത്? എല്ലാവരും ഉത്തരവാദിയാണ്. ആ രൂപത്തിലുള്ള കൂടിയാലോചനകൾ നടന്നു. അത് ഐക്യകണ്ഠേനെ പാസ്സാക്കി ഇപ്പൊ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആ സ്പോട്ടിൽ വെട്ടും. എല്ലാവരും കൂടെ ഒരൊറ്റ വെട്ടിയിട്ട് എല്ലാവരും ആ കൊലയിൽ ഉത്തരവാദിയാവണം എന്ന രൂപത്തിൽ തീരുമാനമായി. പക്ഷേ അല്ലാഹുവാണല്ലോ എല്ലാം സംരക്ഷിക്കുന്നത്. സൂറത്തുൽ അൻഫാലിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ. നബിയെ, തങ്ങളെ ബന്ധസ്ഥനാക്കാനോ അല്ലെങ്കിൽ വധിച്ചു കളയാനോ അല്ലെങ്കിൽ ഔ യുഖ്രിജൂക തങ്ങളെ നാട് കടത്താൻ വേണ്ടിയോ ശത്രുക്കൾ അല്ലെങ്കിൽ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ച ആ ഒരു സന്ദർഭം. എന്നിട്ട് അല്ലാഹു പറയാൻ അവർ തന്ത്രം പ്രയോഗിക്കുന്നു. എന്നാൽ അല്ലാഹു മറുതന്ത്രം പ്രയോഗിക്കുന്നു. അവരെത്ര തന്ത്രം പ്രയോഗിച്ചാൽ അതിനേക്കാളും വലിയ തന്ത്രം പ്രയോഗിക്കുന്നത് അല്ലാഹു ആണല്ലോ. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്നറിയോ? വല്ലാഹു ഖൈറുൽ മാകിരീൻ. മറുതന്ത്രം പ്രയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമൻ അത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ തന്ത്രത്തെക്കാളും ഒരു വലിയ തന്ത്രം ആര് തന്നെ പ്രയോഗിച്ചാൽ പോലും അത് അവിടെ നിഷ്ഫലമായി പോകും എന്ന് സൂചിപ്പിക്കുന്ന സൂറത്തുൽ അൻഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറക്കുകയാണ്. ഏതായിരുന്നാലും അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ നോക്കും, രാത്രിയാണ്, അവരിങ്ങനെ നോക്കും, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉറങ്ങുന്നുണ്ട്, എണീച്ച് വരട്ടെ, അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം. അവരിങ്ങനെ കണ്ണു തുറന്നിങ്ങനെ നോക്കും. അപ്പോഴൊക്കെ അവര് ചിന്തിക്കുന്നത്, ഇപ്പോഴാണോ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുന്നത്, ആ സ്പോട്ടിൽ നമുക്ക് വെട്ടണം എന്ന ചിന്തയോടുകൂടെ അവർ വീട് വളഞ്ഞിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹുവിന്റെ നിർദ്ദേശം എത്തുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, അല്ലയോ നബിയേ, തങ്ങൾ വിരിപ്പിൽ കിടക്കരുത്, പകരം മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങയുടെ വിരിപ്പിൽ കിടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, നിങ്ങൾ എന്റെ വിരിപ്പിൽ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് വീട് വളഞ്ഞിരിക്കുകയാണ്. സംഘം യോഗം നടത്തിയും മെനഞ്ഞു തന്ത്രം വിവരം ജിബ്രീൽ വലിയ നബിയുമതി ജിബ്രീലിന്റെ വിളികളിനാലെ പരതി ചെത്തുടിയിൽ മറുപടി മനസ്സിലുയർത്തി മണ്ണായി ഓരോ പീടി നബിയറിയേ മണ്ണായി ഓരോ പീടി നബിയറിയേ യാസീൻ നബിയോരെ മദീന
സംഘം യോഗം നടത്തിയും മെനഞ്ഞു തന്ത്രം വിവരം ചിവിരിൽ വയ്യാല നബിയുണർത്തി ജഹീലിന്റെ വിളികളിനാലെ പരതി ചെടുതിയിൽ മറുപടി മനസ്സിലുയർത്തി മണ്ണാൻ ഒരു പീടി നബിയേറിയേ മണ്ണാൻ ഒരു പീടി നബിയേറിയേ അവർ പോലെ നബിയുള്ള ഉടൻ തന്നെ നോക്കി ഇടയിൽ കൂടി നടന്നു നയനങ്ങൾ തുടച്ചവർ പരമശനായി നബിയുള്ള നടന്നത് അറിയാതെ പോയി നിനച്ചവർ നബിയുടെ വരവിനതായി നാശം പീഡിച്ചവർ മടങ്ങിയിടുന്നേ നാശം പീഡിച്ചവർ മടങ്ങിയിടുന്നേ യാസീൻ നബിയോരെ മരിക്കുവാൻ സംഘം യോഗം നടത്തിയും മെനഞ്ഞു തന്ത്രം വിവരം ചിവിരിൽ വഴിയാല നബിയിലുണർത്തി ചിവിരിന്റെ വിളികളിനാകെ പരതി ചെടുതിയിൽ മറുപടി മനസ്സിലുയർത്തി മണ്ണായി ഒരു പീടി നബിയേറിയേ മണ്ണായി ഒരു പീടി നബിയേറിയേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കിടപ്പിൽ കിടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെ ഉറങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ശത്രുക്കൾ കരുതിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്, നബിയെ തങ്ങൾ ഒരു പിടി മണ്ണ് മാരണം, അതിലേക്ക് സൂറത്തുൽ യാസീൻ ഓതണം. അവിടെ നിന്ന് ഓതുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ ലഖദ് ഹഖ്ഖൽ ഖൗലു അലാ അക്തരിഹിം ഫഹും ലാ യുഅ്മിനൂൻ ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ആ ആയത്ത് ഓതിയിട്ട് വജഅൽനാ മിൻ ബൈനി അയ്ദിഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഷഫീഉ പറഞ്ഞതിനെ ഊതി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതറിയെന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പിടി മണ്ണ് മാറിയിട്ട് വിതറിയാൻ ആ ഒരു മുൻഭാഗത്ത് മാത്രം എത്തുമെന്നല്ലാതെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതങ്ങ് വിതറിയപ്പോൾ ആ വീടിന്റെ ചുറ്റുമുള്ളത് ശത്രുക്കളാണ്. ആ ശത്രുക്കളുടെ മുഴുവൻ കണ്ണിലേക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുത്തു. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്. അവിടുത്തെ കൈ മുഅ്ജിസത്തിന്റെ കൈയാണ്. ആ കൈ കൊണ്ട് എറിഞ്ഞപ്പോ വിതറിയപ്പോ അത് ആ ശത്രുക്കളുടെ കണ്ണിലേക്ക് മുഴുവനും എത്തിപ്പോയി. എന്നിട്ടോ അപ്പോൾ ശത്രുക്കൾക്ക് ഗാഢനിദ്രയിലായിരുന്നു, വലിയ ഉറക്കം അങ്ങ് വന്നു എന്നും റിപ്പോർട്ടുണ്ട്. അതല്ല, അവർക്ക് എന്തൊക്കെ ഒരു വെപ്രാളം ആ സമയത്ത് അതാണ്ട് എത്തിയപ്പോൾ എന്തെല്ലാം ഒരു വെപ്രാളം. ഈ ഒരു ഇടവേളയിലാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളുടെ നടുവിലൂടെ കടന്നു വരുന്നത്. പക്ഷെ ശത്രുക്കൾക്ക് അതാരാണ് പോയത് എന്നൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാൾ പോയി എന്ന് പോലും അറിഞ്ഞിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു നേരെ പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ഉറ്റ സ്നേഹിതൻ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. പുറത്ത് നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശത്രുക്കളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പിടി മണ്ണ് വാരി, ആ മണ്ണ് വാരിയിട്ട് വിതറിയപ്പോ ആ മണ്ണ് ആരെല്ലാം കണ്ണിലേക്ക് എത്തിയിട്ടുണ്ടോ ആ ശത്രുക്കളുടെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉന്നം വെച്ച് ആ ഒരു മണ്ണ് വാരി എറിഞ്ഞ ആ മുഴുവൻ ശത്രുക്കളും പിന്നീട് ബദർ യുദ്ധം നടന്നപ്പോ അതിൽ കാഫിറായി ചത്തുപോയിട്ടുണ്ട് എന്ന് അൽ മവാഹിബുൽ ലദുനിയ 1-ാം വാള്യം 168-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഏതായിരുന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബുവത്തിന്റെ 13-ാമത്തെ വർഷം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 53-ാമത്തെ വയസ്സ്. ആ വയസ്സിൽ സഫർ മാസം 27 വ്യാഴാഴ്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പുറപ്പെടുകയാണ്. വലിയ ദൗത്യം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗർ ഗുഹ ലക്ഷ്യമാക്കി നടന്നു നീങ്ങുകയാണ്. യാത്ര പുറപ്പെട്ടു. എല്ലാം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ പകർത്തി പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വറ, മക്കയിലെ ഒരു അങ്ങാടിയുടെ പേരാണ്. അവിടെ ഇങ്ങനെ എത്തിയപ്പോ ഈ നാട്ടിൽ നിന്ന് പോകുകയാണല്ലോ എന്നൊരു വിഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സങ്കടത്തോടുകൂടെ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് ഒന്ന് നോക്കുകയാണ്. നോക്കിയപ്പോ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കഅബാലയം കരയുകയാണ്. അല്ലയോ നബിയെ, തങ്ങൾ എന്നെയും വിട്ടു പോകാണല്ലേ എന്നും പറഞ്ഞു ചെറിയ കുട്ടിയെപ്പോലെ കരയുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊന്ന് അങ്ങാടിയിലേക്ക് പോകുമ്പോ നമ്മുടെ കൂടെ കുട്ടികൾ വരുമെന്ന് പറഞ്ഞ് കരയുമ്പോൾ എത്ര സങ്കടം ഉണ്ടാകാറുണ്ട്. പക്ഷേ വിവേകം കൊടുക്കാത്ത അചേതനമായ വസ്തുവാണല്ലോ കല്ല്. ശുദ്ധമായ കഅബാലയം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാട്ടിൽ നിന്ന് പോകുന്നത് അറിഞ്ഞതിന്റെ പേരിൽ കഅബാലയം വല്ലാത്ത കരച്ചിലിങ്ങനെ കരയുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ കഅബാലയത്തെ നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട കഅബാലയമേ, വല്ലാഹി ഇന്നകി ലഅഹബ്ബു അർദില്ലാഹി ഇലയ്യ. അല്ലാഹുവാണ് സത്യം, ഇന്നകി തീർച്ചയായും നീ ലഅഹബ്ബു അർദില്ലാഹി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ ഭൂമിയാണ് നീ കഅബാലയമേ. വ ഇന്നകി ലഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവും നീ തന്നെയാണ്. വലൗലാ അന്ന അഹ്ലകി അഖ്റജൂനി മിൻകി മാ ഖറജ്തു. കരയണ്ട കഅബാലയമേ, നിന്റെ നാട്ടുകാർ മുഖേന ഞാൻ പുറത്തു പോകേണ്ടി വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പോകുമായിരുന്നില്ല. ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്റെ ദീൻ, അല്ലാഹു എന്നെ ഏൽപ്പിച്ച ദീൻ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നീ റസൂലുള്ളാഹ്, ഇത് ഞാൻ തുറന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലല്ലേ ശത്രുക്കളിന്റെ മുഖത്തേക്ക് തുപ്പിയത്. എന്റെ കഴുത്തിൽ അതാ വസ്ത്രം പിടിച്ചിട്ട് കഴുത്ത് ഞെരുക്കി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത്. ഒട്ടകത്തിന്റെ ചീഞ്ഞഴിഞ്ഞ കുടൽമാല ഞാൻ സുജൂദ് ചെയ്യുമ്പോ എന്റെ കഴുത്തിൽ കൊണ്ടുപോയി ചാർത്തിയത്. പക്ഷേ എന്റെ മുമ്പിൽ ഒരുപാട് സ്വഹാബികളുണ്ട്. എന്റെ സ്വഹാബികൾ ഒരൊറ്റ നിർദ്ദേശം കൊടുത്താൽ മതി, ആ ശത്രുക്കളെ മുഴുവനും കൊന്നെടുക്കാനുള്ള കഴിവുള്ള സ്വഹാബികൾ എന്റെ അടുക്കലുണ്ടായിട്ട് പോലും ഞാൻ അതിനൊന്നും തയ്യാറായിട്ടില്ല. കാരണം ഞാൻ ജനിച്ച വളർന്ന മണ്ണ് ഈ മണ്ണാണ്. ഞാൻ കളിച്ചു നടന്നത് ഈ മണ്ണിലൂടെയാണ്. അത്
അതെ, ഈ മണ്ണിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകരുത്, ഇവിടെ ഒരു അക്രമം ഉണ്ടാകരുത് എന്നും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമല്ല ഇവിടെ വളർന്നു വരുന്ന തലമുറയിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചൊരു ബോധം വന്നിട്ട് അതിലൊരു അണുമണി തൂക്കം ഈ ദീനിലേക്ക് വരാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം ചിന്ത വന്നാൽ, അതാണ് എനിക്ക് ഈ ദുനിയാവും അതിലുള്ളതൊക്കെ കിട്ടുന്നതിനേക്കാൾ വലുത് എന്ന് സങ്കടത്തോടുകൂടെ അമാലയത്തോട് സമർപ്പിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് യാത്ര പോരുന്നു. ഇപ്പുറത്തോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരട്ടെ, ഉണർന്നപ്പോ ശരിയാക്കാം എന്നും പറഞ്ഞ് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഏതായിരുന്നാലും സുബ്ഹിയോടടുത്ത സമയമായി, നേരം പുലർന്നപ്പോ അവരിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ച് റെഡിയായി നിന്നപ്പോ വരുന്നതാരാണ്? വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നു സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. അവർക്കാകെ വെപ്രാളം, ഇത് നബി അല്ലല്ലോ, ഇത് മുഹമ്മദ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് ആകെ വെപ്രാളം. ഒന്നുകൂടെ നോക്കാം, മുഹമ്മദാണോ? അല്ലല്ലോ, ഇത് അലിയാണല്ലോ. അവരിങ്ങനെ വന്നു. സുബ്ഹാനല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ മുഹമ്മദിനെ ഒന്നായിട്ട് നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. ആകെ പണി വാളിപ്പോയല്ലോ. സുബ്ഹാനല്ലാഹ്, അതിന്റെ ശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു ശത്രുക്കൾ അടിച്ചു, നന്നായി അടിച്ചു, കഅബയിലേക്ക് വലിച്ചങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് തടവിലാക്കി മർദ്ദിച്ചു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും വിവരം കിട്ടാൻ വേണ്ടി പലതും ചെയ്തു നോക്കി. പക്ഷേ അതാണ് നല്ല ഒരു നേതാവിന്റെ നല്ല ഒരു അനുയായി. എന്ത് തന്നെ വന്നാലും എന്റെ നേതാവിനൊന്നും പറ്റരുത് എന്നും മനസ്സിലാക്കിയ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരക്ഷരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ട് പോയി എന്നോ എവിടെയുണ്ട് എന്നോ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. കാരണം എനിക്കെന്ത് പറ്റിയാലും എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒന്നും പറ്റരുത്. എന്നെ കൊന്നാലും ശരി, ഞാൻ ഒരു അക്ഷരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാരപണിയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടാവുകയില്ല. അതാണ് ഒരു നേതാവിനെ അംഗീകരിക്കുന്ന അനുയായിക്ക് ഏറ്റവും വേണ്ട ഒരു വലിയ സ്വഭാവം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതൊക്കെ സഹിച്ചു. അവര് പിന്നെ ഒന്നും കിട്ടാതായപ്പോ പിന്നെ നേരെ പോകുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് വരുന്നത് ആരാണ്? അബൂജഹലാണ്. അവൻ വന്നതിന് ശേഷം വാതിലിന് മുട്ടി. ആ ഒരു സന്ദർഭത്തെ കുറിച്ച് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആരാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ? മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, അഥവാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തിയാണ്. അവൻ വന്നിട്ട് വാതിലിന് മുട്ടി. ഞാനിങ്ങനെ ആകെ ബേജാറായി നിൽക്കുക. നോക്കിയപ്പോ അബൂജഹലാണ്. എന്താ ചെയ്യാം? ഏതായാലും ഞാൻ എല്ലാം വാതിലിങ്ങനെ തുറന്നു നോക്കിയപ്പോ അവൻ എന്നോട് കയർത്തുകൊണ്ട് ചോദിക്കാണ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, എടി പെണ്ണേ, അന്റെ അബൂക്കരോടെ പോയി എന്നൊരു ഭാഷയിൽ അവൻ ഉറക്കെ ചോദിക്കാണ്, എവിടെയാടി നിന്റെ ബാപ്പ എന്ന രൂപത്തിൽ അവൻ കയർത്ത് ചോദിച്ചു. ഞാൻ ആര് പറിച്ചുകൊണ്ട് എനിക്കറിയില്ല. കാരണം പോയിട്ടുണ്ട്, എവിടെ എത്തിയെന്നറിയില്ല. ആ ഒരു സങ്കല്പത്തിൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതങ്ങ് പറഞ്ഞപ്പോ അബൂജഹൽ എന്റെ മുഖത്തടിച്ചപ്പോ എന്റെ കാതിലുണ്ടായിരുന്ന കമ്മൽ അങ്ങ് നിലത്ത് വീണു. നോക്കൂ, അത്രയൊക്കെ ക്രൂരത അബൂജഹൽ ചെയ്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഒന്നും കിട്ടിയില്ല. നേരെ പോയി അവൻ ഇങ്ങനെ ആകെ വഷളായി നിൽക്കുകയാണ്. കാരണം ഇപ്പൊ കൊല്ലാൻ വേണ്ടിയിട്ട് അവരൊക്കെ വീട് വളഞ്ഞു. ചാൻസ് കിട്ടിയാൽ അപ്പ ശരിയാക്കാൻ അവൻ തുനിഞ്ഞു നിന്ന സമയത്ത് അതൊന്നും കിട്ടാതെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയല്ലോ. ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് തന്നെ വന്നാലും മുഹമ്മദിനെ പിടികൂടണം സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്ന ഒരു ലക്ഷ്യത്തിൽ അവൻ ഒരു സമ്മാനം പാസ്സാക്കണം. എന്താ സമ്മാനം? ആരാണോ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് ഞാൻ 100 ഒട്ടകം സമ്മാനമായിട്ട് തരാം. 100 ഒട്ടകം. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നല്ലൊരു ബെൻസ് കാറ്, അന്നത്തെ ഏറ്റവും നല്ല മുന്തിയൊരു കാർ, നല്ലൊരു ബെൻസ് കാർ, ഒരു 100 ബെൻസ് കാർ നമ്മുടെ വീട്ടിന്റെ മുമ്പിലോട്ട് എത്തല്ലേ? ആലോചിച്ച് നോക്കി. എന്തേ ചെയ്യേണ്ടതുള്ളൂ? ഒരു പാവല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊണ്ടുവന്ന് വെട്ടിയ പോരെ, തല കൊണ്ടുവന്ന പോരെ എന്നും വിചാരിച്ചേ ശത്രുക്കൾ. അത് നല്ല ചാൻസ് ആണല്ലോ, നമുക്ക് 100 ഒട്ടകം കിട്ടല്ലേ. ശത്രുക്കൾ മുഴുവനും പരക്കം പായും. എനിക്ക് കിട്ടണം 100 ഒട്ടകം, എനിക്ക് കിട്ടണം 100 ഒട്ടകം എന്ന് കരുതിയിട്ട് പരക്കം പാഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോഴൊക്കെ അല്ലാഹുവിന്റെ നിർദ്ദേശമുണ്ട്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഇടക്ക് വെച്ച് ഒരു ആട്ടിടയൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ പോകുന്നത് കണ്ടപ്പോ ഇവന് നേരെ പോവാണ്, മക്കയിലേക്ക് പോയി ശത്രുക്കളോട് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോവാണ്. ചില ചാരന്മാരുണ്ട് അങ്ങനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പോവുക. സുബ്ഹാനല്ലാഹ്. ഈ ആട്ടിടയൻ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഏതാ മുഹമ്മദും സിദ്ദീഖും കൂടെ പോകുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അശ്ശിഫ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവൻ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നിങ്ങനെ പോവുക. പകുതി എത്തപ്പോ അവൻ യാത്രയിൽ എത്തിയപ്പോ അവന്റെ നെഞ്ചത്ത് ഒരു വല്ലാത്തൊരു ഇടി, എന്ന് പറഞ്ഞൊരു ഇടി. ആരിടിച്ചു, ആര് മുട്ടി എന്നൊന്നും അറിയില്ല, വല്ലാത്തൊരു ഇടി. ആ ഇടി കണ്ട് കിട്ടിയതോടുകൂടെ അവനിങ്ങനെ ഒരു ഹാവുലായി ഇങ്ങനെ പോയതിനു ശേഷം അവന് എന്ത് പറയണമെന്ന് ഓർമ്മയില്ല. ആ രൂപത്തിൽ അവന് ഇങ്ങനെ എന്ന് പറഞ്ഞ് മേപ്പെട്ടു വെക്കുന്ന രൂപത്തിൽ അവൻ അവിടെ എത്തുകയാണ്. അവൻ പോയ സംഗതി തന്നെ മറന്നുപോയി. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല മറുതന്ത്രം പ്രയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണ്. ഏതായാലും ശത്രുക്കൾ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടാൻ കഴിയുന്നത് ആ സ്പോട്ടിൽ പിടിച്ചു കൊണ്ടുവരണം, വെട്ടണം, തല അബൂജഹലിന്റെ മുമ്പിലെത്തണം, എനിക്ക് 100 ഒട്ടകം വാങ്ങണം എന്ന ചിന്തയിലുമായി ശത്രുക്കൾ പരക്കം പായുകയാണ്. സത്യനബി സീതിക്കൊരുമത്ത് തുറന്ന ഗുഹയിൽ കയറി ഒളിത്ത് ശത്രുക്കൾ കണ്ണു മറച്ചവരത്ത് വാലാനെയ്തു ചിലന്തികൾ ഗുഹമുഖം അടച്ചിടുന്നേ. വാഴുന്നുണ്ട് ഖുറൈശികൾ കരവാളും പിടിച്ചും കൊണ്ടേ. പാതിമക്കത്തൊരു ദിനം നബിയോരെ മദിക്കുവാനേ. പ്രമുഖരാം ഖുറൈശികൾ നിരവധി വഴി തുടർന്നേ. പുത്തിൻ സമീപം ഖുറൈശികളെത്തി പ്രാവുകൾ കൂട്ടി നിന്ന പാറി പേശും ഗുഹകം ഇല്ലലി കേറി ഉറപ്പായി നബി തൊഴിലണങ്ങില്ല തെളിവുണ്ടെന്നേ. സീഫതുവിട്ട് ഖുറൈശികൾ മടങ്ങിയിടുന്നേ. പാതിമക്കത്തൊരു ദിനം നബിയോരെ വദിക്കുവാനേ. പ്രേമോദരം ഖുറൈശികൾ നിരവധി വഴി തുടർന്നേ. സൗറിന്റെ പൊത്തുകൾ സഹജനടച്ച് സിദ്ധിപ്പിൻ പാദത്തിൽ മോഖം കടിച്ച് സർവവിഷം സിദ്ധിപ്പ് സഹിച്ച് ഊണറുള്ള നബിയൊരു വിവരങ്ങൾ മൊഴിഞ്ഞിടുന്നേ. ഊമൂനീരാൻ പുരട്ടിയ
സുഖമാകുന്നേ പാതിമത്തൊരു ദിനം നബിയോരെ മദീനോവാനേ പ്രേമോകരം ഖുറൈശികൾ നിരവധി വഴി തുടർന്നേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൗർ ഗുഹയുടെ സമീപത്തെത്തുകയാണ്. സൗർ ഗുഹ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്നും 3 മൈൽസ് ദൂരമാണ് സൗർ മലയിൽ. 1 മൈൽസ് എന്ന് പറഞ്ഞാൽ 5280 അടിയാണ്. മീറ്റർ വെച്ച് അളന്ന് നോക്കുമ്പോൾ 1609 മീറ്ററാണ്. അങ്ങനെ 3 × 5280 അടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം 15840 അടിയുണ്ട്. സൗർമല 1 മൈൽസ് ഉയരമുണ്ട്. 1 മൈൽസ് എന്ന് പറഞ്ഞാൽ 5280 അടിയാണ്. അത്രയും ഉയരമുണ്ട്. ആ സൗർമല ഈ ജന്തുക്കളാൽ പേര് കേട്ട ഒരു ഗുഹയാണ്. ആ ഗുഹയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗുഹയിലേക്ക് കടക്കും മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലാ തദ്ഖുലുഹു ഹത്താ അദ്ഖുല ഖബ്ലക. നബിയേ, ഞാൻ ഗുഹയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തങ്ങൾ കടക്കരുത്. ഫൈൻ കാന ഫീഹി ശൈഉൻ അസാബനി ദൂനക. അതിൽ വല്ല ഈ ജന്തുക്കളും ഉണ്ടെങ്കിൽ അതിന്റെ ഉപദ്രവം എനിക്കെത്തിയാലും തങ്ങൾക്കൊരു ബോധലും ഏൽക്കരുത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ കയറി ഫശഖ ഇസാറഹു വസദ്ദഹാ ബിഹി. കയറി നോക്കുമ്പോൾ ഒരുപാട് പൊത്തുകൾ അവിടെ ഉണ്ട്. ആ പൊത്തുകൾ തന്റെ അരയുടുപ്പണ്ട് കീറിയിട്ട് ഓരോ തുണ്ടം ശീല കൊണ്ട് ഓരോന്നും പൊത്തുകളൊക്കെ ഓരോന്നും അടച്ചു വെച്ചു. പിന്നെയും നോക്കിയപ്പോ 2 ദ്വാരങ്ങൾ ഇനിയും ബാക്കിയാണ്. ഏതായിരുന്നാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ശീലൊന്നും ഇല്ലല്ലോ, കാല് 2 അങ്ങനെ വെച്ചു. ഒന്ന് ഒരു മടയിലും മറ്റൊന്നൊരു മടയിലും ഇങ്ങനെ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങോട്ട് വിളിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്. ക്ഷീണമുണ്ടല്ലോ, കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്, മാളത്തിൽ നിന്ന് ഒരു സർപ്പം പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുകയാണ്. പൊത്തിങ്ങനെ തടഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ പാമ്പ് അതിനെ ഒന്നും കുത്തുകയാണ്. പാമ്പിനറിയില്ലല്ലോ ഇത് സിദ്ദീഖെന്നോര് കാലാണെന്നറിയില്ലല്ലോ, അതങ്ങ് കുത്തുകയാണ്. കുത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദന വരികയാണ്. ആ മടമ്പുകാലും ഇങ്ങനെ വീർക്കുകയാണ്. കാരണം വിഷം ഇങ്ങനെ വന്ന് കയറുകയാണ്. അതിന്റെ വേദന ഇങ്ങനെ കയറി വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ എന്ത് ചെയ്യും? കാലം വലിച്ചു കഴിഞ്ഞാൽ എന്റെ ഹബീബാണല്ലോ എന്റെ മടിയിൽ തല വെച്ചുറങ്ങുന്നു. എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറക്കം ഉണർന്നു പോകുമല്ലോ, അത് ആ ഉറക്കത്തിനൊരു തടസ്സം ഉണ്ടാകരുതല്ലോ എന്നും കരുതി വേദന സഹിച്ചിറക്കുകയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനിടയിൽ സഹിക്കാൻ കഴിയാതെ കണ്ണിൽ കണ്ണുനീര് നിറഞ്ഞു. ഒരു പൊരുളിയതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നു. ഫസഖതത് ദുമൂഹു അലാ വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ഫസഖതത് ദുമൂഹു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുനീർ ഊറ്റി അലാ വജ്ഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർന്നു നോക്കിയപ്പോ എന്താണ് എന്റെ സിദ്ദീഖിന്റെ മുഖമാകെ വിവർണമായിട്ടുണ്ടല്ലോ. മാലകയാ അബൂബക്കർ, അല്ലയോ അബൂബക്കർ, എന്ത് പറ്റി നിനക്ക്? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലുദിഖതു ഫിദാക അബീ വഉമ്മി യാ റസൂലല്ലാഹ്. അല്ലയോ നബിയേ, എന്റെ കാലിൽ എന്തോ പറ്റിയിട്ടുണ്ട്, എന്തോ ഒരു വിയജന്തുക്കൾ കുത്തിയിട്ടുണ്ട് നബിയേ, പാമ്പാണെന്ന് തോന്നുന്നു നബിയേ, വല്ലാതെ വേദനിക്കുന്നുണ്ട് നബിയേ.
ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഡോക്ടർ അവിടെ തന്നെയുണ്ട്. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, من رفقة الأمم مولاي صل وسلم دائما على حبيبك خير الخلق كلهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ സിദ്ദീഖ്, എവിടെയാണ് കടിച്ചത്? അവിടെ തന്നെ അതാ ആ സ്പോട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശറഫാക്കപ്പെട്ട ഉമരീർ അതാ ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നു. അതോടുകൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് കയറിയ വിഷം അങ്ങ് ഇറങ്ങിപ്പോയി. ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്, ചരിത്രം അവിടെ നിൽക്കുമെന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമരീരിന് വല്ലാത്ത മഹത്വമുണ്ട്, അവിടുത്തെ ശഅർ മുബാറക്കിന് വല്ലാത്ത മഹത്വമുണ്ട്, അവിടുത്തെ കണ്ണിന് മഹത്വമുണ്ട്, അവിടുത്തെ കാതിന് മഹത്വമുണ്ട്, കയ്യിന് മഹത്വമുണ്ട്, കാലിന് മഹത്വമുണ്ട്, എല്ലാം വലിയ ബറക്കത്തുള്ളതാണ്. ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞാൻ ചുരുക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ കഴിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിശോധിച്ചപ്പോൾ കയ്യിലും കാലിലും ഒക്കെ പാമ്പും തേടും കുത്തി നീര് വന്നപ്പോൾ ആ അടയാളങ്ങൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടു പോയി. കാരണം ഇത്രയും വേദന ഉണ്ടായിട്ടും എന്നെ ഉണർത്താതെ എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് അത് സഹിച്ചല്ലോ, എന്തൊരു സ്നേഹമാണ് എന്റെ സിദ്ദീഖിന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്, മക്കയിൽ നിന്ന് ഞങ്ങൾ ഈ സൗർ ഗുഹ ലക്ഷ്യമാക്കി വന്നപ്പോ സുബ്ഹാനല്ലാഹ്, കുറച്ചു നേരം എന്റെ മുന്നിൽ ഇങ്ങനെ നടക്കും എന്റെ സിദ്ദീഖ്, കുറച്ചു നേരം എന്റെ പിന്നിൽ നടക്കും, കുറച്ചു നേരം എന്റെ വലതുഭാഗത്ത് നടക്കും, കുറച്ചു നേരം എന്റെ ഇടതുഭാഗത്ത് നടക്കും. അങ്ങനെ എന്റെ മുന്നും പിന്നും വലതും ഇടതുമായിട്ട് ഇങ്ങനെ എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന എന്റെ സിദ്ദീഖ് സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്നേഹമാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഥവാ ഒന്ന് ഉയർന്ന് നടക്കും. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം ശത്രുക്കൾ കണ്ടാൽ, ഇന്നത്തെ പോലെ റബ്ബറൈസ് റോഡല്ലല്ലോ, ആ ഒരു മരുഭൂമിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽപാദം കണ്ടാൽ ഇതിലൂടെ മുഹമ്മദും സിദ്ദീഖും പോയിട്ടുണ്ട് എന്നറിഞ്ഞാൽ അത് ആ ലക്ഷ്യം വെച്ച് അവർ എങ്ങോട്ട് പോയത് എന്നും ലക്ഷ്യം വെച്ച് അവർ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടികൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാൽപാദങ്ങളൊക്കെ മെല്ലെ മെല്ലെ മായ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലതുഭാഗത്ത് നിൽക്കുന്നുണ്ട്, മുൻഭാഗത്ത് നിൽക്കുന്നുണ്ട്, പിൻഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സഹിച്ച സിദ്ദീഖ് ഇപ്പോ ഈ തൗർ ഗുഹയിൽ എത്തിയപ്പോ വലിയ വിഷമുള്ള പാമ്പ് കടിച്ചിട്ട് പോലും എന്നോടൊന്നും മിണ്ടാതെ അവസാനം കണ്ണിൽ നിന്ന് കണ്ണുനീർ വിറ്റിയപ്പോഴല്ലേ ഞാൻ ഈ ഒരു വിഷമം അറിഞ്ഞത് എന്നും പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത്രയും വലിയ സ്നേഹമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പലപ്പോഴായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ട്, അല്ലയോ സിദ്ദീഖേ, നിന്നോടുള്ള സ്നേഹം എനിക്ക് വലുതാണ്, നിന്റെ ചങ്ങാതിയായതിൽ ഞാൻ വലിയ ഇഷ്ടമാണ് എന്നും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ സന്തോഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നൽകാറുണ്ട്. എന്നിട്ട് പറയും, സിദ്ദീഖേ, എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നെ കടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലാത്ത വിധം അള്ളയാണ് സിദ്ദീഖ്. അതുകൊണ്ട് എന്റെ മനസ്സിലേക്ക് കയറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഇതൊക്കെ ഓരോ വാചകങ്ങളും വലിയ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവുമായിട്ടുള്ള കണക്ഷൻ എത്രമാത്രം ഉണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവെ, ഹബീബായ തങ്ങളെ ബർക്കത്തോണ്ട് ഞങ്ങൾക്കൊക്കെ അള്ളാഹുവിനെ പ്രിയം വെക്കാനും അവിടുന്ന് കൽപ്പിച്ച കൃത്യമായ നിസ്കാരം നിലനിർത്താനുമുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ദീഖേ, ഇതൊക്കെ സഹിച്ചിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ അല്ലേ? എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ജഅൽ അബാബകി മഈ ഫീ ദറജതി ഫിൽ ജന്ന. അല്ലാഹുവേ, എന്റെ സിദ്ദീഖ്
എന്റെ അബൂബക്കർ സിദ്ദീഖിനെ സ്വർഗത്തിൽ എന്നോടുകൂടെ എന്റെ ദറജയിൽ ആക്കണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എത്രയാണ് ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹുവേ, ആ രണ്ട് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഹിദായത്ത് നിലനിർത്തി തരണേ റബ്ബേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദീന മുനവ്വറയിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരു സദസ്സായി ഞങ്ങൾ ഇത്രയും ദിവസങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുത്തെ മഹബ്ബത്ത് ഞങ്ങൾക്ക് ഏറ്റിലേക്ക് തരണമേ അല്ലാഹ്. അവിടുത്തെ റൗള ശരീഫിൽ ഒരുപാട് തവണ പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ അല്ലാഹ്. എല്ലാവരും എഴുന്നേറ്റിരിക്കും. നമുക്ക് യാത്ര ചെല്ലാം. يا رحمن خلقنا لمن أعوذ به سواك عنا الحلول للحادث عامه مولاي صل وسلم دائما أبدا على حبيبك مولاي صل وسلم
للخلق كلهم مجدا لصاحب صلاة منك دائمة على النبي بمهل ومرسل مولاي صل وسلم على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والعلم والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم من نهت على اتباعه حصنا وأقرب الغساحة بالغيث بالنهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله ثم رضا عنا بمكر الله عن عمر وعن عليهم وعن عثمان للكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله سعد سعيد زبير طلحة وهب عبيدة وابن عوف العاشرين الكرم سيدنا رسول الله سيدنا حبيب الله سيدنا رسول الله سيدنا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي لله من عبدا الله على حبيبك خير الخلق كلهم മറ്റു ചായ പിന്നെ അത് കൂടാതെ യോഗ ഉണ്ടെന്ന് ഞാൻ പറയില്ല അറിയില്ല പിന്നെ എൻ്റെ മകൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് നാളെ നടക്കുന്നത് അതിൽ എൻ്റെ ചൊവ്വാഴ്ച
യോഗ ഉണ്ട് ഇപ്പോൾ യോഗ ഉണ്ടല്ലോ ഇന്നത്തെ ചായക്ക് നമ്മുടെ മിസ്ത്രി കോയമ്പൂർ പറയാനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നമ്മുടെയൊക്കെ പ്രകൃതിയിലും കബറിലേക്ക് അതിൻ്റെയൊക്കെ ക്രിസ്ത്യൻ സ്വഭാവം എത്തിച്ചു കൊടുത്തു നമ്മയും നാളെ സ്വർഗത്തിൽ ലഭിച്ചു നമ്മുടെ മകൻ ഈ സദസ്സിൽ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും ഒരുപാട് മുറാദുകളുണ്ട്. എല്ലാം മനസ്സിൽ വെച്ച് ആമീൻ പറയണം. എല്ലാ ഹലാലായ നമ്മുടെ മീലാദ് പരിപാടി നമുക്ക് സജീവമായിട്ട് നടത്തണം. നമ്മുടെ സദസ്സുകളിൽ ചായ കുടിച്ചതിന് ശേഷം എല്ലാവരും ആ ഒരു കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അടുത്ത സ്വലാത്ത് നമ്മുടെ വരുന്ന ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കമ്മിറ്റി നമ്മുടെ ഹംസ ഹാജിയെയും നമ്മുടെ സ്വർണ്ണാലയ അഷ്റഫാക്കയും അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ സമീപിക്കുമ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാ സദസ്സുകളും നമ്മൾ അൽഹംദുലില്ലാഹ് حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم رافع البلاء والوباء والقبض والمرض والألم والعين والسهر والكيد والخذلان اسمه مكتوب مرفوع مشفوع مغوش باللوح والقلم سيد العرب والعجم اسمه مقدس معطر مذكر منور في البيت والحرم شمس الضحى أبي الدجى سدر العلا نور الهدى كف الورى مصباح الظلم جميل الشين شفيع الأمم صاحب الجود والكرم اللهم عسره وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغرب جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله دور من دون الله يا أيها المشتاقون في كل جماله صلوا عليه وعلى آله وصحبه وسلم تسليما റഹ്മാനായ അല്ലാഹ് ദിവസങ്ങളായി നിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറയാൻ തുടങ്ങി. റബ്ബേ അവിടത്തെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. മദ്ഹ് പറഞ്ഞു അവിടുത്തെ ആ ഒരു മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിനെ ഇറക്കി തരണേ. അവിടത്തോടുള്ള ഇശ്ഖ് നീ വർദ്ധിപ്പിച്ചു തരണേ. റബ്ബേ അവിടുത്തെ മദീന മുനവ്വറയിൽ ഒരുപാട് തവണ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹി സ്വലാത്തു വസ്സലാമു പറയുന്ന ഭാഗ്യം ഞങ്ങൾക്ക് തരണം. റബ്ബേ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് കാണുന്ന സദസ്സാക്കി ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കി തരണം. റബ്ബേ അവിടെ നിന്ന് സഹിച്ച ത്യാഗങ്ങളും വിഷമങ്ങളും ഒരുപാടാണ്. റബ്ബേ കൂടെ നിന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹത്വങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നവരാണ്. റബ്ബേ അത് നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബേ അത് മുഖേനയാണ് നാളെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗീയ ഭവനം ഉദ്ഘാടനം ചെയ്ത് കടക്കണം. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
സാധുക്കളായ ഞങ്ങൾ എന്ത് അമൽ കൊണ്ടാണ് അങ്ങോട്ട് കിടക്കുക ഞങ്ങൾക്ക് ഒരു പിടുത്തവും ഇല്ല റബ്ബേ. അവിടുത്തെ മതം പറഞ്ഞതിന്റെ പേരിലെങ്കിലും നോക്കിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് നോക്കിയാൽ പടച്ചോനെ എല്ലാ ഞായറാഴ്ചകളിലും സുബ്ഹിന്റെ ശേഷം എന്റെ മതം പറഞ്ഞ കുട്ടിയാണ്, എന്റെ മതം കേൾക്കാൻ വേണ്ടി വന്ന ജനങ്ങളാണ് എന്നും പറഞ്ഞ് ഞങ്ങളുടെ കൈകൊണ്ട് പിടിച്ചാൽ ഞങ്ങൾക്കതല്ലാതെ വേറെ രക്ഷയില്ല റബ്ബേ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റി തരണേ. എല്ലാ കടങ്ങളും നീ വീട്ടി തരണേ. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു തരണേ.